എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. കോതമംഗലത്ത് IMAയുടെ നേതൃത്വത്തിൽ ലോക ക്ഷയരോഗ ദിനത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോതമംഗലത്ത് IMAയുടെ നേതൃത്വത്തിൽ ലോക ക്ഷയരോഗ ദിനത്തിൽ ക്യാമ്പ് നടത്തി. IMA കോതമംഗലം ബ്രാഞ്ച് ധർമ്മഗിരി ആശുപത്രിയുമായി ചേർന്ന് പൊതുജനങ്ങൾക്കായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡോക്ടർ മുനീർ പി കരീം, കോതമംഗലം സെന്റ് ജോസഫ് ധർമ്മഗിരി ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. നമുക്ക് ഇന്ന് ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 വേൾഡ് TB ഡേയുമായി ബന്ധപ്പെട്ട് TBയെ പറ്റി സംസാരിക്കാം. എന്താണ് ക്ഷയരോഗം? അത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ പരത്തുന്ന ഒരു സാംക്രമിക രോഗമാണ്. അത് ഇന്നത്തെ അതിന്റെ ലോകത്തിലെ കണക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രതിവർഷം ഒരു 10 മില്യൺ, അതായത് 1 കോടിയിൽ പരം പുതിയ കേസുകൾ നമുക്ക് TB റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 1.6 മില്യൺ, 16 ലക്ഷത്തിൽ പരം TB ഡെത്തുകൾ ഓരോ വർഷവും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ദൈനംദിന കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ഏകദേശം 4000-ഓളം മരണം TB മൂലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് ഇനി എങ്ങനെയാണ് TB പകരുന്നത് എന്ന് നോക്കാം. TB പകരുന്നത് സാധാരണ വായുവിലൂടെ, നമ്മൾ കോവിഡ് പകരുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ ചുമയ്ക്കുമ്പോഴും അതുപോലെ റെസ്പിറേറ്ററി സെക്രീഷൻസ് ഡ്രോപ്ലെറ്റ്സ് വഴി അത് മറ്റുള്ളവരുടെ ശ്വാസകോശത്തിലേക്ക് പോയി അവിടെ നിന്നും. ക്ഷയരോഗ സ്ക്രീനിംഗ് ക്യാമ്പ് കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളി ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. ധർമ്മഗിരി ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനായ ഡോക്ടർ മുനീർ പി കരീം ക്ഷയരോഗ ലക്ഷണങ്ങളെക്കുറിച്ചും രോഗനിർമ്മാർജ്ജനം സംബന്ധിച്ചും ക്ലാസ് നയിച്ചു. ഈ രോഗാണു ശ്വാസകോശത്തിലേക്ക് കയറിയാണ് സാധാരണ ഇത് പകരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും കോവിഡുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് അതുപോലെ തന്നെ പറയാവുന്നതാണ്. ഇനി എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ? സാധാരണ നമുക്ക് TB നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തിനെയാണ് ഏറ്റവും കൂടുതൽ. പൾമണറി TB എന്ന് പറയും. ശ്വാസകോശത്തിനെയാണ് കൂടുതൽ കേസുകളും ബാധിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ പൾമണറി TB, അതായത് ശ്വാസകോശം അല്ലാത്ത ബാക്കി അവയവങ്ങളെ, ചിലപ്പോൾ നമുക്ക് തലച്ചോറിനെ TB മെനിഞ്ചൈറ്റിസ്, അതുപോലെ നട്ടെല്ല്, അതുപോലെ ലിംഫ് നോഡ്സ്, കഴല വീക്കം, അതുപോലെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, കുടലുമായി ബന്ധപ്പെട്ട അങ്ങനെയെല്ലാം മറ്റ് അവയവങ്ങളേക്ക് ഇത് ബാധിക്കാം. എന്നിരുന്നാലും ലങ്സിനെ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് ചുമ, വിട്ടുമാറാത്ത ചുമ, 3 ആഴ്ചയിൽ കൂടി നിൽക്കുന്ന ചുമ, കഫക്കെട്ട്. അതാണ് IMA കോതമംഗലം പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ്, ഡോക്ടർ സാജു എബ്രഹാം, ഡോക്ടർ മുനീർ പി കരീം, ഡോക്ടർ C നായിക്, ഡോക്ടർ സിസ്റ്റർ മനീഷ, ഡോക്ടർ ലാലി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.